എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിൽ തകർത്തഭിനയിച്ച ക്രൈം ത്രില്ലർ മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് ഡ്രാഗൺ എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. പ്രദീപ് രംഗനാഥൻ നായകനായെത്തിയ കോമഡി റൊമാന്റിക് ഡ്രാമ മൂവി ഇപ്പോൾ പാൻ ഇന്ത്യൻ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് കന്നഡ എന്ന ഹിന്ദി TV സീരീസിനെ കുറിച്ചാണ്. ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട ഈയൊരു സീരീസ് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് നിലാവുക്ക് എന്മേൽ എന്നടി കോപം എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. പവീഷ് നാരായണനും അനിക സുരേന്ദ്രനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കോമഡി റൊമാന്റിക് മൂവി ഇപ്പോൾ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് ബേബി ആൻഡ് ബേബി എന്ന തമിഴ് മൂവിയെക്കുറിച്ചാണ്. ജയ് പ്രധാന കഥാപാത്രമായി എത്തിയ കോമഡി മൂവി ഇപ്പോൾ സൺ നെക്സ്റ്റിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് മിസ്റ്റർ ഹൌസ് കീപ്പിംഗ് എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. ഹരിഭാസ്കർ നായകനായി എത്തിയ കോമഡി മൂവി മാർച്ച് 25-ന് ടെന്റ് കോട്ട വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് കാക്കി ദ ബംഗാൾ ചാപ്റ്റർ എന്ന ഹിന്ദി TV സീരീസിനെ കുറിച്ചാണ്. ആക്ഷൻ ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട ഈയൊരു സീരീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ക്ലീനർ എന്ന ഹോളിവുഡ് മൂവിയെക്കുറിച്ചാണ്. ഡെയ്സി റൈഡ്ലി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആക്ഷൻ ത്രില്ലർ മൂവി ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ്. റഹ്മാൻ, ബിബിൻ ജോർജ്, സെന്തിൽ കൃഷ്ണ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ കോമഡി ത്രില്ലർ മൂവി മാർച്ച് 31-ന് മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പൈങ്കിളി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. സജിൻ ഗോപുവും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ റൊമാന്റിക് ത്രില്ലർ മൂവി മാർച്ച് 28-ന് മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഓം കാളി ജയ് കാളി എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. വിമലും പുകഴും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ആക്ഷൻ ത്രില്ലർ മൂവി മാർച്ച് 28-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് ചാവ എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചാണ്. വിക്കി കൌശാൽ നായകനായെത്തിയ അഡ്വഞ്ചർ ഡ്രാമ മൂവി ഏപ്രിൽ 11-ന് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.